കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 11. നമ്മൾ ശ്ലോകം 5 ആണ് ചെയ്ത് നിർത്തിയത്. അതിൽ ഭഗവാൻ എന്താ പറഞ്ഞത് വെച്ചാൽ, ഈ ദ്വന്ദ്വങ്ങളൊക്കെ, അതായത് സന്തോഷം, സങ്കടം, സുഖം, ദുഃഖം, അല്ലെങ്കിൽ തണുപ്പ്, ചൂട്, അങ്ങനത്തെ ദ്വന്ദ്വങ്ങളൊക്കെ അനുഭവിക്കുന്നതാണ് ജീവൻ. എന്നാൽ ദ്വന്ദ്വങ്ങൾക്കൊക്കെ അതീതനാണ്, ബിയോണ്ട് ദ്വന്ദ്വങ്ങളാണ് ഈശ്വരൻ. അപ്പോൾ അല്ലെങ്കിൽ ഈശ്വരൻ നമ്മുടെ ആത്മാവ്, ഈശ്വരൻ എന്ന് പറയാം കേട്ടോ, നമുക്ക് അങ്ങനെയാണ് ഇതിൽ പറയണത്. ആത്മാവ്, നമ്മൾ പറയണ ആത്മാവ് ഈ ദ്വന്ദ്വങ്ങൾക്കൊക്കെ അതീതനാണ്. സുഖവും ദുഃഖവും ഒന്നും ഈ ദേഹം അനുഭവിക്കണ ഒന്നും അനുഭവിക്കുന്നില്ല. പക്ഷേ ജീവൻ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജീവനും ആത്മാവും ഒരേ സമയത്ത് എങ്ങനെ ഒരേ ദേഹത്തിൽ വർത്തിക്കുന്നു എന്നാണല്ലോ ഉദ്ധവൻ്റെ ചോദ്യം. ഒരാളൊന്നും അനുഭവിക്കുന്നില്ല, ആത്മാവ്, ജീവൻ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നതാണ് ആത്മാവിനെയാണ് കേട്ടോ. ഈശ്വരൻ ഒന്നും അനുഭവിക്കുന്നില്ല, സാക്ഷി മാത്രമാണ്. ഈ ജീവൻ ഇതൊക്കെ അനുഭവിക്കുന്നു. അത് ഒരേ ദേഹത്തിൽ എങ്ങനെ വർത്തിക്കുന്നു എന്നാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടും ബദ്ധൻ്റെയും മുക്തൻ്റെയും ലക്ഷണങ്ങളും അതായത് ജീവൻ്റെയും ഈശ്വരൻ തമ്മിലുള്ള വ്യത്യാസവും ഒക്കെ ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ 2 പക്ഷികളുടെ കഥ പറയും ഭഗവാൻ. 6ാമത്തെ ശ്ലോകം വായിക്കാം. സുപർണാവേദൗ സദൃശൗ സഖായൗ യദൃച്ഛയൈതൗ കൃതനീഡൗ ച വൃക്ഷേ ഏകസ്തയോഃ ഖാദതി പിപ്പലാന്നമന്യോ നിരന്നോപി ബലേന ഭൂയാൻ. ഇതിൽ എന്താ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താ പറയണം നോക്കാം നമുക്ക്. 6ാമത്തെ ശ്ലോകത്തിൽ നോക്കാം. ഏതൗ സദൃശൗ, അതായത് ഈ ജീവനും ഈശ്വരനും സദൃശവും, അതായത് ഒരേപോലെയുള്ളവരാണെങ്കിൽ സഖായവും, തമ്മിൽ വിട്ടുപിരിഞ്ഞു പോകാത്ത, ഒരിക്കലും വിട്ടുപിരിയണമില്ല ഈശ്വരനും ജീവനും, ആത്മാവും ജീവനും, അല്ലേ? അങ്ങനെയുള്ള നല്ല ഫ്രണ്ട്സാണ് ആര്? ജീവനും ഈശ്വരനും. ഈ ബദ്ധനായ ജീവനും മുക്തനായിട്ടുള്ള ഈശ്വരനും വലിയ ഫ്രണ്ട്സാണ്. സുപർണവും, 2 പക്ഷികൾ, സുപർണവും ഏതവും, 2 പക്ഷികളെ പോലെ, 2 ഇണപ്പക്ഷികളെ പോലെയാണ് ജീവനും ഈശ്വരനും. വൃക്ഷേ, അതായത് വൃക്ഷത്തിൻ്റെ മുകളിലിരിക്കുന്ന 2 പക്ഷികൾ. അതായത് പിന്നെ ഈ വൃക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ നാശം ഉണ്ടല്ലോ വൃക്ഷത്തിന്. അപ്പോൾ ശരീരം എന്ന് വിചാരിക്കാം. അപ്പോൾ ശരീരത്തിലത്തെ 2 പക്ഷികളാണ് ജീവനും ഈശ്വരനും. സാധാരണ ഒരു മരത്തുമ്പലത്തെ 2 പക്ഷികളെന്ന് കൂട്ടുക. എതിർച്ചയ, ഇപ്രകാരം എന്ന് പറയാൻ സാധിക്കാത്ത മായയാൽ കൃത നീടവും, ഈ 2 ആൾക്കും ഹൃദയം എന്ന കൂടുണ്ട്. തയോഹോ, ആ 2 പേരിൽ ഏകഹ, അതായത് ജീവൻ എന്ന പക്ഷി, ഒരു പക്ഷി മാത്രം, പിപ്പലാന്നം ഖാദതി, ഈ ആലിൻ്റെ ആൽപ്പഴങ്ങളെ തിന്നുന്നു. ഏതാ? ജീവൻ. ഈശ്വരനോ അന്യഹ, ആ പരമാത്മാവ് തന്നെ ആയിട്ടില്ല, ആ ഈശ്വരനായിട്ടുള്ള മറ്റേ പക്ഷി, ആ ജീവൻ എന്നുള്ള പക്ഷി ആ ഇരിക്കുന്ന മരത്തിൻ്റെ ഫ്രൂട്ട്സൊക്കെ തിന്നും. ആലെന്നാണ് പറയണത്. ആലിൻ്റെ പഴം ഉണ്ടെങ്കിൽ ആലിൻ്റെ പഴം തിന്നും. പക്ഷേ അതേ മരത്തുമ്പോൾ തന്നെയാണ് ഇണപ്പക്ഷി പോലെ കഴിയുന്ന ഈശ്വരൻ എന്താ ചെയ്യുക? അന്യഹ, മറ്റേ പക്ഷി, നിരന്നഹ അഭി, നിരന്നം എന്താ? ആ ഭക്ഷണം, ഒരു ഭക്ഷണവും കഴിക്കുന്നില്ല. ആ ആലമ്പിൽ ഇരിക്കേണ്ട ഇണപ്പക്ഷിയാണ്, ഒപ്പമുള്ളതാണ്. ഒരാൾ പഴങ്ങളൊക്കെ തിന്നണു, മറ്റേ ആളൊന്നും തിന്നില്ല, നിരാഹാരമാണ്. എന്നാലോ അത്ഭുതമല്ലേ, ബലം കൊണ്ട്, അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയാം, വിദ്യ കൊണ്ട് ഭൂയാൻ, ഈ ഒന്നും കഴിക്കാത്ത പക്ഷിയാണ് വളരെ ബലശാലി, കഴിക്കണ പക്ഷിയല്ല. അപ്പോൾ ഇതിലെന്താണ് ഒരു ഉദാഹരണം പറയണ ഭഗവാൻ വെച്ചാൽ, ഈ ശരിക്കും പറയാച്ചാൽ ഒന്നെന്നെയാണ് ജീവാത്മാവും ഈശ്വരനും. ഈ ജീവനും ഈശ്വരനും ശരിക്കും ഒന്നെന്നെയാണ്.
ഒന്നിച്ചിരിക്കണവരുമാണ്, ഭയങ്കര ഫ്രണ്ട്സുമാണ്, ഒരിക്കലും പിരിയാത്ത ഒരു ഫ്രണ്ടാണ് അല്ലേ. ഈ പക്ഷികൾ ഒരേ വൃക്ഷത്തിൽ ഒരാലിമ്പിൽ കൂട് കെട്ടി താമസിക്കുകയാണ്. പക്ഷേ അതിൽ ആ ജീവൻ എന്ന പക്ഷി ആ വൃക്ഷത്തിൽ, ഇപ്പം ആലാണെന്ന് വെച്ചാൽ ആലത്തെ പഴങ്ങളൊക്കെ തിന്നണു, അതിനൊക്കെ അനുഭവിക്കേണ്ട ഭോഗം. എന്നാലോ ഈശ്വരനാകുന്ന അല്ലെങ്കിൽ പരമാത്മാവാകുന്ന മറ്റേ പക്ഷി അത് കഴിക്കണില്ല, ഒന്നും കഴിക്കണില്ല. പക്ഷെ നല്ല ആനന്ദമാണ്, ബലവും ആനന്ദവും, നല്ല ആനന്ദം കൊണ്ട് ഒന്ന് വളരെ സന്തോഷമായിട്ടിരിക്കണു, നല്ല ബലശാലിയായിട്ടിരിക്കണു. അതാണ് അപ്പം ഇതിൽ ഈ ഒരു ശ്ലോകത്തിൽ അത് മാത്രം പറഞ്ഞിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം കേട്ടോ. ഇപ്പം ഇതിൽ ഈ ശ്ലോകത്തിൽ അത് മാത്രമേ പറഞ്ഞുള്ളൂ. 2 പക്ഷികളുണ്ട് ഒരു മരത്തുമ്പിൽ. ഒന്ന് ആ മരത്തിലത്തെ ഭക്ഷണമൊക്കെ ഭക്ഷിക്കണു, മറ്റത് ഒന്നും തിന്നാതെ നിരാഹാരം ആയിട്ടിരിക്കണു. എന്നിട്ട് നല്ല ബലവും വിദ്യാബലവും എല്ലാം സംതൃപ്തിയും ഒക്കെ ഉണ്ട് ആ ഒന്നും കഴിക്കാത്ത പക്ഷിക്ക് കേട്ടോ. അതാണപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. സുവർണാവേദൗ സദൃശൗ സഖായൗ, സഖികളാണ്, നല്ല ഫ്രണ്ട്സാണ്, ഒരിക്കലും പിരിയാത്ത ഫ്രണ്ട്സ് കേട്ടോ. എതിർച്ഛയൈതൗ കൃതനീട ഉജവൃക്ഷേ, അതായത് രണ്ടാളെയും ഹൃദയത്തിൽ അത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുണ്ട്. ഏകസ്തയോഹോ ഖാദതി, ഒരേ കൂട്ടിൽ താമസിക്കും. ഏകസ്തയോഹോ ഖാദതി പിപ്പലാന്നമന്യോ നിരന്നോ ബിബലേന ഭൂയാൻ, ഒന്ന് അതിൻ്റെ പഴം തിന്നും, ഒന്നും തിന്നില്ല. ഇനി നമുക്ക് നോക്കാം. ആത്മാനമന്യം ച സവേദ വിദ്വാൻ അപ്പിപ്പലാദോ നതു പിപ്പലാദഃ യോ വിദ്യയാ യുക്സതു നിത്യബദ്ധോ വിദ്യാമയോയ സതു നിത്യമുക്തഃ. ഇനിയാണ് ഇതിലേക്ക് വരണത്. എന്താ അറിയോ? അപിപ്പലാദഃ സ, അതായത് കർമ്മഫലം അനുഭവിക്കാത്ത ആ വിദ്വാൻ അപിപ്പലാദഃ എന്ന് പറഞ്ഞാൽ ഈ സർവജ്ഞനും ഏറ്റവും വിദ്വാൻ എന്ന് പറഞ്ഞല്ലോ, വിദ്യയുള്ള ആൾ, വിദ്വാനും അപിപ്പലാദ പറഞ്ഞ എന്താ, ഈ പിന്നെ വൃക്ഷത്തിൻ്റെ ഫലം ഭുജിക്കാത്തതുമായ ആര്? ഈശ്വരൻ. പറഞ്ഞില്ലേ ഒന്നും കഴിക്കില്ല എന്ന്. ഈശ്വരൻ എന്താണ്? ആത്മാനം അന്യം ച വേദ, ആ ഈശ്വരന് സ്വസ്വരൂപം ഞാൻ ആത്മാവാണ്, അല്ലെങ്കിൽ ആത്മാവിന് ഞാൻ ആത്മാവാണെന്ന് അറിയാം, ബാക്കിയെല്ലാം അറിയാം, വിദ്യയുണ്ട്. അതായത് വിദ്വാൻ എന്ന് പറഞ്ഞു, ആത്മാവിന് നല്ല അറിവുണ്ട്. എന്താ അറിവ്? സ്വസ്വരൂപം, ഞാൻ ആത്മാവ് തന്നെയാണ്, എന്നെ ഒന്നും ബാധിക്കാത്തതാണ്, ഞാൻ ആത്മാവ് ശുദ്ധ സത്യസ്വരൂപനാണെന്ന് അറിയാം. എന്നാലോ മറ്റേ അതെങ്ങനെയാ? പിപ്പലാദസ്തു നഹ, എന്നാൽ ആ ഇതൊക്കെ കഴിക്കണ ആ പിന്നെ ജീവനോ അതിന് ഒന്നും അറിയുന്നില്ല, ഒരറിവുമില്ല, വിദ്യയില്ല. ഈ കഴിക്കാത്ത പക്ഷിക്ക് വിദ്വാനാണ്, അതുകൊണ്ട് ഞാൻ ആത്മാവാണ് എന്ന ബോധം ഉണ്ട്, എല്ലാം അറിയാം. മറ്റേ ഈ ജീവനുണ്ടല്ലോ, ആ പഴം തിന്നുന്ന ആ ഭോക്താവായിട്ടുള്ള ജീവന് ഒന്നും അറിയില്ല. പിന്നെയോ അതാണ് പറഞ്ഞ ആത്മാനം പിന്നെ അപിപ്പലാത, ആ പഴിക്കാത്ത ജ്ഞാനിയാണ്, തന്നെ അറിയാം, അന്യം ബാക്കി മറ്റേ ജീവനെയും കാണുന്നുണ്ട്, സാക്ഷിയാണ് പറഞ്ഞില്ലേ. പക്ഷെ പിപ്പലാത, ഈ കർമ്മഫലം അനുഭവിക്കുന്ന ഈ ജീവനുണ്ടല്ലോ അറിയുന്നില്ല, തന്നെ അറിയണില്ല, ആത്മാവിനെ അറിയണില്ല. അവിദ്യ, അജ്ഞാനാണ്. ഈ ആയതുകൊണ്ട് ഏതൊരുത്തൻ അവിദ്യയാ യുക്ക്, അവിദ്യയോട് കൂടിയവനോ സ അവൻ നിത്യബദ്ധ. അപ്പോൾ ഈ അവിദ്യയോട് കൂടിയിട്ടുള്ള ആളെ എപ്പോഴും ബദ്ധനാണ്. അതാണിപ്പോൾ ഇതിൽ പറഞ്ഞത്. അതായത് ഈ അജ്ഞാനമുള്ള ജീവൻ എന്നും ബദ്ധനാണ്, അജ്ഞാനം നീങ്ങുന്നത് വരെ. അജ്ഞാനം ഇല്ലാത്ത ഈശ്വരൻ നിത്യമുക്തനുമാണ്. ഈശ്വരൻ മോഹിതനാവണില്ല. ജീവന് എന്തുകൊണ്ടാണ് മോഹം? ഈ അജ്ഞാനമാകുന്ന ആവരണം ഉണ്ടേ. അപ്പോൾ ആത്മാവിനെ മറക്കുകയാണ്. പറഞ്ഞില്ലേ നമ്മൾ ഇന്നലെ, ആത്മവിസ്മൃതി ഉണ്ട് ജീവന്, അതുകൊണ്ടാണ് ബദ്ധനാവണത്. അതുകൊണ്ട് ദേഹം വിചാരിക്കുകയാണ് ആത്മവിസ്മൃതി, ആത്മാവിനെ മറന്നു, ഒരാവരണം ഉണ്ട്, അജ്ഞാനമാകുന്ന ആവരണം.
ആ ആവരണം കാരണം ഞാൻ ആത്മാവാന്ന് അറിയുന്നില്ല, ആത്മവിസ്മൃതി, അതുകൊണ്ട് ഞാൻ ദേഹാന്ന് വിചാരിക്കുകയാണ് ജീവൻ. അതുകൊണ്ടാണ് ബദ്ധൻ. അതേസമയം ഈശ്വരന് അജ്ഞാനമില്ല, ആ മറയില്ല. അപ്പോൾ ആത്മവിസ്മൃതി ഇല്ല, സ്വസ്വരൂപ സ്മൃതിയാണ് അവനവൻ. അപ്പോൾ അജ്ഞാനമില്ലാത്തതുകൊണ്ട് അതാണപ്പോൾ ഇത് പറയണത്. എന്താ അറിയോ, രണ്ടാളുടെയും ശരിക്കുള്ള രൂപം ശുദ്ധബോധമാണ്. പക്ഷേ രണ്ടാളെ അതെ ശരിക്കും ഈശ്വരൻ്റെയും ജീവൻ്റെയും ഒരേപോലെ തന്നെയാണ്. പക്ഷേ ജീവാത്മാവ് സ്വരൂപം മറന്ന് ദേഹാഭിമാനിയായിട്ട് ഈ മായ കാരണം ഈ വ്യാവഹാരിക ലോകത്തിൽ ഞാൻ ഈ ജഡദേഹമാണെന്ന് അഭിമാനിച്ച് ഈ സംസാര ദുഃഖം മുഴുവൻ അനുഭവിക്കുന്നു. അതാണ് ബദ്ധനാണെന്ന് പറഞ്ഞത്. എന്നാൽ ഈശ്വരനോ സ്വരൂപം അറിഞ്ഞിട്ട് എന്താണ്, ഈ ദേഹം അല്ല ഞാൻ എന്ന് സ്വരൂപം അറിഞ്ഞിട്ട് ഈ സംസാര ദുഃഖം അനുഭവിക്കണേയില്ല. അല്ലെങ്കിൽ നമുക്ക് പറയാം, എപ്പോഴാണ് ഈ ജീവൻ അജ്ഞാനം നീങ്ങിയിട്ട് ഈശ്വരനാവണത് അല്ലെങ്കിൽ സ്വസ്വരൂപം അറിയണത്, ആ സമയം തൊട്ട് സംസാര ദുഃഖമില്ല. അജ്ഞാനം കൊണ്ട് ആത്മാവിനെ ആവരണം ചെയ്തിട്ട് ഞാൻ ഈ ജഡദേഹമാണെന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് സംസാര ദുഃഖം. അതാണ്. അപ്പോൾ ഈ ജ്ഞാനിയായിട്ടുള്ള ഈശ്വരൻ ആ സംസാരമാകുന്ന ആൽവൃക്ഷത്തിൻ്റെ ഫലം ഭുജിക്കണില്ല, അല്ലേ? കാരണം എപ്പോഴും ആത്മാരാമനായിട്ടിരിക്കുകയാണ് ആ ജ്ഞാനിയായിട്ടുള്ള ഈശ്വരൻ. എപ്പോഴും സ്വന്തം സ്വരൂപത്തിൽ വർത്തിക്കുകയാണ്. അപ്പോൾ ആരാണ് ഈ ജ്ഞാനിയായിട്ടിരിക്കണ? ആ ആള് നിത്യമുക്തനാണ്. അത് പറഞ്ഞിട്ടില്ല ഇതിൽ, അടുത്തതിൽ പറയും. അപ്പം ഈ അജ്ഞാനം കൊണ്ടാണ്. അപ്പോൾ അജ്ഞാനി എന്താണ്? ഈ സ്വപ്നം കാണുന്ന പോലെയാ. അജ്ഞാനിക്ക് ആവരണമുണ്ട്. അപ്പോൾ ദേഹമാണെന്ന് വിചാരിച്ചിട്ട് അജ്ഞാനി നിത്യബദ്ധനായിട്ടിരിക്കുന്നു. അത് മാറണവരെ, അജ്ഞാനം മാറണവരെ. ഞാൻ അജ്ഞാനം കൊണ്ട് ആത്മാവാണെന്ന് മറന്നിട്ട് ഈ ജഡശരീരമാണെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഈ ജഡശരീരം അനുഭവിക്കുന്ന എല്ലാം അനുഭവിക്കണമല്ലോ, ജനന മരണങ്ങളടക്കം. പക്ഷെ ജ്ഞാനിയായിട്ടുള്ള ഈശ്വരൻ സ്വസ്വരൂപ സ്മൃതിയിലാണ് ഇരിക്കണ, ആനന്ദമഗ്നനായിട്ട്. അപ്പോൾ ദേഹത്തിനെ നോക്കി കാണുകയാണ്, അല്ലാതെ ദേഹം ഒന്നും അനുഭവിക്കണില്ല. അതാണ് ഇതിൽ പറഞ്ഞത്. ഇനി നമുക്ക് ആത്മാനമന്യം ച സഭേദ വിദ്വാൻ അപിപ്പലാദോ നതു പിപ്പലാദഃ യോ അവിദ്യയാ യോ വിദ്യയാ യുക്സതു നിത്യബദ്ധോ വിദ്യാമയോ സതു നിത്യമുക്തഃ. അതാണ് ജ്ഞാനി നിത്യമുക്തനും. കാരണം സ്വസ്വരൂപത്തിലാണ് വർത്തിക്കണം, സ്വസ്വരൂപ സ്മൃതിയിൽ. അജ്ഞാനി ബദ്ധനും, കാരണം ആത്മവിസ്മൃതി കാരണം ദേഹാഭിമാനമുണ്ട്. ഇനി ഇവർ തന്നെ ലക്ഷണം പറയുകയാണ്. 10 ശ്ലോകം കൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഈ ബദ്ധനായിട്ടുള്ള ജീവൻ്റെയും മുക്തനായിട്ടുള്ള ഈശ്വരൻ്റെയും ലക്ഷണങ്ങൾ ഇനി 10 ശ്ലോകം കൊണ്ട് പറയുകയാണ്. 8ാമത്തെ വായിക്കാൻ പോന്നി, അതായത് 7 തൊട്ട് 17 വരെ ഏറ്റേണ്ടത്. ദേഹസ്ഥോപി ന ദേഹസ്ഥോ വിദ്വാൻ സ്വപ്നാദ്യഥോത്ഥിതഃ അദേഹസ്ഥോപി ദേഹസ്ഥഃ കുമതി സ്വപ്നദൃഗ്യഥ. അതായത് 8 വിദ്വാൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനി, ആ വിദ്യയുള്ള ആൾ, അല്ലേ? അതായത് ജ്ഞാനിയായിട്ടുള്ള അതായത് ഈ ഈശ്വരൻ നമ്മൾ പറയണത്. ദേഹസ്ഥ, അതായത് ഞാൻ ആത്മാവാണെന്ന അനുഭവമായിട്ടുള്ള ആളെയാണ് അപ്പോൾ ഇവിടെ വിദ്വാൻ എന്ന് പറഞ്ഞത് കേട്ടോ. അത് ഈശ്വരന് സമമായിട്ടാണ് നമ്മളിപ്പോൾ പറയണത്. ദേഹസ്ഥ അഭി, അതായത് ഈ ജീവൻ മുക്തൻ, ഞാൻ ആത്മാവാണെന്ന അനുഭവമായിട്ടുള്ള ആ ജീവൻ മുക്തൻ. ദേഹസ്ഥ അഭി, ഈ പ്രാരബ്ധകർമ്മം കൊണ്ട് ഈ ദേഹത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിലും സ്വപ്നാത് ഉത്ഥിത യഥ, സ്വപ്നത്തിൽ നിന്നും ഉണർന്നവനെ പോലെ, ആ സ്വപ്നത്തിൽ നിന്ന് എങ്ങനെ എഴുന്നേറ്റുവോ ദേഹസ്ഥ, അതുപോലെ ദേഹത്തിലിരിക്കുന്നവനായി കരുതുന്നില്ല.
അതായത് ജീവൻ മുക്തൻ ദേഹത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ദേഹാഭിമാനം ഇല്ല എന്ന് ചുരുക്കം. ജീവൻ മുക്തൻ അതായത് ഞാൻ ആത്മാവാണെന്നുള്ള ജ്ഞാനം ലഭിച്ച ഒരാൾ, ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരാൾ, അതിനാണ് ജീവൻ മുക്തൻ എന്ന് പറയുക. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തി കിട്ടിയ ആളാണ്. അപ്പം ശരീരം വീണിട്ടില്ല, കാരണം ആ പ്രാരബ്ധകർമ്മം കഴിയണവ ശരീരം വീഴില്ല. ശരീരത്തിലിരിക്കണുണ്ടെങ്കിലും ശരീരത്തിലിരിക്കണ പോലെ അനുഭവിക്കണില്ല ഒന്നും. ശരീരം അനുഭവിക്കണതൊന്നും ജീവൻ മുക്തൻ അനുഭവിക്കണില്ല. ശരീരത്തിലിരിക്കണുണ്ടെങ്കിലും അത് പ്രാരബ്ധകർമ്മം കഴിയണവരെ ഇതിലിരിക്കണം, പക്ഷേ ഒന്നും വിഷമിക്കണില്ല. പിന്നെയോ കുമതി പറഞ്ഞാൽ ഇവിടെ കുമതി പറഞ്ഞാൽ അജ്ഞാനി, നല്ല ബുദ്ധി ഇല്ലാത്ത ആൾ. അതായത് ഇപ്പോൾ ഇവിടെ പറഞ്ഞ ജീവൻ അദേഹസ്ഥ അഭി, ശരിക്കും ആത്മാവാണ് താൻ എങ്കിലും അതറിയാതെ അജ്ഞാനം കൊണ്ടേ എന്താണ് സ്വപ്നദൃക്യഥാ ദേഹസ്ഥ, സ്വപ്നത്തിൽ ശരിക്കും നമുക്ക് തോന്നൂലോ ശരിയാണ്, അതുപോലെ എല്ലാം അനുഭവിക്കുന്നു ദേഹത്തിൽ, ദേഹം അനുഭവിക്കണത്. അപ്പോൾ എന്താ ഇതിൽ പറയണം വെച്ചാൽ, ജീവൻ മുക്തനായിട്ടുള്ള ഒരാൾ ദേഹത്തിലിരിക്കുന്നുണ്ടെങ്കിലും സ്വപ്നത്തിൽ നിന്നുണർന്ന് ആ സ്വപ്നം പിന്നെ അഫക്റ്റ് ചെയ്യണില്ല. ഓ സ്വപ്നമായിരുന്നു അല്ലേ എന്ന് ഉള്ള പോലെയാണ് ഇരിക്കണത്. അതേപോലെ തന്നെ അജ്ഞാനിയോ അല്ലെങ്കിൽ ജീവനോ യഥാർത്ഥത്തിൽ അത് ആത്മാവന്നെയാണ് ജീവൻ, അതറിയാതെ ഈ സ്വപ്നത്തിൽ കാണുന്നതൊക്കെ ശരിയാണെന്ന് വിചാരിക്കുന്ന ആ സമയമുണ്ടല്ലോ, അതുപോലെ പെരുമാറണം വെച്ചാൽ അതുപോലെ എല്ലാം അനുഭവിക്കുന്നു എന്നാണ് ഇതിൽ പറയണത്. അതായത് അജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസമാണ് പറയണത്. പിന്നെ ഈ ജ്ഞാനി ദേഹത്തിലിരിക്കും, അതാണ് അങ്ങനെ പറയണം ശരിക്കും. ഈ ജ്ഞാനി അല്ലെങ്കിൽ ഈ ജീവൻ മുക്തൻ ദേഹത്തിലിരിക്കുമ്പോഴും ദേഹത്തിലിരിക്കണില്ല ദേഹം അനുഭവിക്കണമെന്ന് അനുഭവിക്കണില്ല. എന്നാലോ അതായത് സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന ഒരാളെ പോലെയാണ് ജീവൻ മുക്തൻ. സ്വപ്നത്തിൽ നിന്ന് എങ്ങനെയാണ് ഉണർന്നാൽ അത് സ്വപ്നമായിരുന്നു അല്ലേ എന്നും പേടിക്കാനില്ല, പേടി സ്വപ്നമൊക്കെ ഉണ്ടാലേ അതുപോലെയാണ് ജീവൻ മുക്തൻ. ദേഹത്തിലിരിക്കുന്നുണ്ടെങ്കിലും ഈ ദേഹത്തിലിരിക്കണില്ല, അങ്ങനെയാണ്. എന്നാലോ ഈ അജ്ഞാനി എങ്ങനെയാണ്, ജീവനെ എങ്ങനെയാണ്, ദേഹത്തിലിരിക്കുന്നവനല്ല ശരിക്കും ആത്മാവാണെങ്കിൽ പോലും ദേഹത്തിലിരിക്കുന്നു എന്നാണ് തോന്നൽ. കാരണം ദേഹാഭിമാനം കൊണ്ട് ഈ അജ്ഞാനിക്ക് ശരിക്കും ആത്മാവാണ് താൻ എങ്കിലും അതറിയാതെ ഈ ദേഹമാണ് ഞാൻ എന്ന് വിചാരിച്ച് സ്വപ്നം കാണുന്ന ഒരാളെ പോലെ അത് ശരിക്കും യഥാർത്ഥമാണെന്ന് വിചാരിച്ചൊക്കെ അനുഭവിക്കുന്നു. അതാണ് ഇതിൽ പറഞ്ഞത്. അത് നല്ലൊരു ഉദാഹരണമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ? പിന്നെ അതെ, അതാണിപ്പോൾ ഇതിൽ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് 8 അതാണ് പറഞ്ഞത്. പിന്നെ ഒരു ജ്ഞാനി എങ്ങനെ, ഒരു ജ്ഞാനി അഥവാ ജ്ഞാനിയുടെ ശരീരം വീണിട്ടില്ലെങ്കിൽ പോലും ജ്ഞാനിക്ക് ദേഹത്തിലിരിക്കുക എന്ന് വിചാരമില്ല, സാക്ഷി മാത്രമായിട്ട് തന്നെ നിൽക്കും. അജ്ഞാനിയാണെങ്കിൽ ശരിക്കും ആത്മാവാണെങ്കിൽ അതറിയാതെ എല്ലാം അനുഭവിക്കുന്നു. ദേഹസ്ഥോ വിദ്വാൻ സ്വപ്നാദ്യഥോത്ഥിതഃ അദേഹസ്ഥോപി ദേഹസ്ഥഃ കുമതി സ്വപ്നദൃഗ്യഥ. അതെ, ശരിക്കും എന്തൊരു ഇതാണല്ലേ. അജ്ഞാനിക്ക് അജ്ഞാനം കൊണ്ട പാവം ആത്മവിസ്മൃതിയാണ്, അതുകൊണ്ടാണ് ബുദ്ധിമുട്ടേ. ഇനി ഒന്നും കൂടി പറയണ്ടേ, നോക്കട്ടെ സമയം കേട്ടോ. ഇന്ദ്രിയൈരിന്ദ്രിയാർത്ഥേഷു ഗുണൈരപി ഗുണേഷു ച ഗൃഹ്യമാണേഷ്വഹം അഹം കുര്യാൻ ന വിദ്വാൻ യസ്ത്വവിക്രിയഃ. 9 എന്താ പറയണേ? യഹ ഏതൊരുത്തൻ വിദ്വാൻ ജ്ഞാനിയായിട്ടുള്ള അത് ഈശ്വരൻ, ജ്ഞാനിയായിട്ടുള്ള ആൾ അല്ലെങ്കിൽ ജീവൻ മുക്തൻ ഈശ്വരൻ, ഇന്ദ്രിയൈഹി ഇന്ദ്രിയങ്ങളാൽ, ഇന്ദ്രിയാർത്ഥേഷു ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളായ ഈ ശബ്ദം സ്പർശം ഒക്കെ ഉണ്ടല്ലോ, പിന്നെ ശബ്ദം സ്പർശം രസം ഗന്ധം അല്ലേ, രൂപം, അതൊക്കെ ഗൃഹ്യമാണേഷു ഗ്രഹിക്കപ്പെടുമ്പോഴും ന അഹം കുര്യാത് ഞാനതൊക്കെ അനുഭവിക്കുന്നു എന്ന് വിചാരിക്കണില്ല ജ്ഞാനി. അതായത് ജ്ഞാനി ശരീരത്തിലിരിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കുമല്ലോ,
ശരീരം കളയണവരെ ശരീരത്തിലിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ശരീരത്തിലിരിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കും, ഇന്ദ്രിയങ്ങൾ സുഖഭോഗങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ഞാൻ അനുഭവിക്കുക എന്നുള്ള വിചാരമില്ല. അതായത് ഞാൻ ആ ഇന്ദ്രിയ സുഖം അനുഭവിക്കുന്നു എന്ന അഹങ്കാരമില്ല ആർക്ക? ജ്ഞാനിക്ക്. ഗുണൈഹി, അതായത് ഈ ഗുണങ്ങളാൽ ഉണ്ടാക്കപ്പെടുന്ന ഇന്ദ്രിയങ്ങൾ, അതായത് സത്വരജസ്തമോ ഗുണങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട ഇന്ദ്രിയങ്ങളാൽ ഗുണേഷു അഭി, അതായത് ശബ്ദാദി വിഷയങ്ങൾ ഗ്രഹിക്കപ്പെടുന്നു എന്ന് അവിക്രിയ, വികാരമില്ലാതെ ഇരിക്കുന്നു എന്ന്. അതാണ് അത്ഭുതം. എന്താ അറിയോ, ഈ ഇന്ദ്രിയങ്ങളെ, അതായത് ഇപ്പോൾ ജീവൻ മുക്തൻ്റെ കാര്യമാണ് പറയണത്. അതായത് പിന്നെ ജ്ഞാനം കിട്ടിയിട്ടുണ്ട്, ആത്മസാക്ഷാത്കാരം കിട്ടിയ ഒരാൾ മരിക്കണതിൻ്റെ മുമ്പേ, ഇപ്പോൾ രമണ മഹർഷിയൊക്കെ അങ്ങനെയായിരുന്നു. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ പിന്നെ എന്താ പറയുക, ശ്രീരാമകൃഷ്ണ പരമഹംസർ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആത്മസാക്ഷാത്കാരം കിട്ടിയോളേ, അവരെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് എന്താ വെച്ചാൽ ഇന്ദ്രിയ വിഷയങ്ങളിലൊക്കെ അവരുടെ ബോഡി, അവരുടെ ശരീരം ഇന്ദ്രിയ വിഷയങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും ഈ മായയുടെ ഗുണങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ആത്മജ്ഞാനം ലഭിച്ച ഒരു ജ്ഞാനി ഞാനാണ് ഇതൊക്കെ അനുഭവിക്കണമെന്നുള്ള വിചാരത്തോടു കൂടി അതിനോട് ചേരണില്ല. അതാണ് നമുക്ക് വളരെ അത്ഭുതം. അതായത് ആത്മസാക്ഷാത്കാരം ലഭിച്ചിട്ടും ഉള്ള ജീവൻ മുക്തന്മാരെ ശരീരത്തിലിരിക്കുമ്പോഴും ശരീരത്തിൻ്റെ ചേഷ്ടകളെയോ ശരീരത്തിൻ്റെ ഭോഗങ്ങളെയോ ഞാൻ അനുഭവിക്കണമെന്ന് എന്ന് വിചാരിക്കണില്ല. അപ്പോഴാണ് ശരിക്കും സാക്ഷിയായിട്ട് നോക്കിക്കാണുന്നത്. ശരീരം വീഴുന്നത് വരെ ശരീരത്തിൻ്റെ ധർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും, ഇന്ദ്രിയങ്ങളൊക്കെ ഇന്ദ്രിയധർമ്മങ്ങൾ ചെയ്യും ഇല്ലേ? ഇപ്പോൾ ജീവൻ മുക്തനായി, ഇപ്പോൾ രമണ മഹർഷിയോ അല്ലെങ്കിൽ നമ്മളൊക്കെ എത്രയോ ആൾക്കാർ അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ മുക്തനായാൽ അവർ പിന്നെ ശരിക്കും അവനവൻ്റെ ദേഹത്തിൻ്റെയും സാക്ഷിയായിട്ട് നിൽക്കണേ ഉള്ളൂ. ആ ഇന്ദ്രിയങ്ങളുടെ ധർമ്മങ്ങളും ദേഹത്തിൻ്റെ ധർമ്മങ്ങളും ഒക്കെ എൻ്റെ ധർമ്മങ്ങളല്ല എന്നുള്ള ഭാവത്തിൽ നോക്കിക്കാണാൻ പറ്റും. കാരണം ആത്മാവിൽ തന്നെ ഇരിക്കുകയാണ്. ആത്മാവാണ് ഞാൻ അനുഭവമായിട്ടിരിക്കൊണ്ട് ദേഹത്തിന് എന്ത് പറ്റണതും അവരെ സ്പർശിക്കണില്ല, അവരെ ബാധിക്കണില്ല. അപ്പോൾ ഇന്ദ്രിയ സുഖങ്ങളൊക്കെ ദേഹം അനുഭവിച്ചാലും അവർക്ക് ഞാൻ അനുഭവിക്കുകയാണെന്നുള്ള വിചാരമില്ല. കാരണം ഞാൻ ദേഹമെന്ന് വിചാരിക്കണില്ല. അപ്പം ഇന്ദ്രിയങ്ങളൊക്കെ ദേഹത്തിൻ്റെ അല്ലേ? എല്ലാം ഈ മായയിലെ ഗുണങ്ങളെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ മായയിലത്തെ ഗുണങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചതാണെന്ന് ഈ ജ്ഞാനിക്ക് അറിയാം. അപ്പോൾ ആ ഇന്ദ്രിയ സുഖമൊക്കെ ദേഹം അനുഭവിക്കുമ്പോൾ പോലും ഞാൻ അനുഭവിക്കുക എന്നുള്ള ഭാവം ജ്ഞാനിക്കില്ല. അതാണ് വ്യത്യാസം. കാരണം ഇതൊക്കെ ഞാൻ ശരീരമല്ല എന്ന് ഉറപ്പായിട്ട് ഞാൻ ആത്മാവാണെന്ന് അനുഭവണ്ടേ. അപ്പോൾ ശരീരത്തിനെ ഒരു ഒബ്സർവ് ചെയ്യാൻ പറ്റും, അതിൽ ഇൻവോൾവ്ഡ് ആവാണ്ട്. അതാണ് ജ്ഞാനി. അതാണ് അവിക്രിയ എന്ന് പ്രത്യേകം പറഞ്ഞത്. എന്താ അറിയോ, ഞാൻ ചെയ്യണമെന്ന് അഹങ്കരിക്കണേയില്ല. അല്ലെങ്കിൽ ആ ഗുണങ്ങളൊക്കെ ഞാൻ അനുഭവിക്കണമെന്നോ ഭോഗങ്ങളോ എന്താണെങ്കിലും ഇന്ദ്രിയധർമ്മങ്ങളും ശരീരധർമ്മങ്ങളും ഒന്നും ഞാൻ അനുഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എന്നെ ബാധിക്കണില്ല എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയുകയാണ്. ഇന്ദ്രിയാർത്ഥേഷു ഗുണൈരവി ഗുണേഷു ച ഗൃഹ്യമാണേഷ്വഹം കുര്യാം ന വിദ്വാൻ യസ്തു അവിക്രിയ. വിദ്വാൻ അങ്ങനെ വിചാരമില്ല. അതുകൊണ്ടാണ് അവർക്കിപ്പോൾ ദേഹത്തിന് എന്ത് സംഭവിച്ചാലും ദേ ഡോണ്ട് കെയർ. അത് ദൈവാധീനേ ശരീരേസ്മിൻ ഗുണഭാവേന കർമ്മണ വർത്തമാനോ ബുധസ്തത്ര കർത്താസ്മീതി നിബധ്യതേ. 10 എന്താ പറഞ്ഞ വെച്ചാൽ ദൈവാധീനെ, അതായത് പൂർവജന്മത്തെ കർമ്മം കൊണ്ട് ഉണ്ടായ അസ്മിൻ ശരീരെ അല്ലേ, പ്രാരബ്ധകർമ്മം അനുഭവിക്കാനെടുത്ത ശരീരമാണ്. വർത്തമാനഹ ജീവിക്കുന്ന അബുധ അജ്ഞാനിയോ, ജ്ഞാനോദിക്കാത്തവരോ, നമ്മൾ പ്രാരബ്ധകർമ്മം അനുഭവിക്കാൻ വേണ്ട ഈ ശരീരത്തിൽ ഇരിക്കുന്ന ജീവൻ, അതായത് ജ്ഞാനം ഉദിക്കാത്ത ജീവൻ, അജ്ഞാനിയായിട്ടുള്ള ജീവൻ, ഗുണഭാവ്യേന ഇന്ദ്രിയങ്ങളാൽ ചെയ്യപ്പെട്ട കർമ്മണ പ്രവൃത്തി കാരണം കർത്താ അസ്മി ഞാനാണ് ചെയ്യണമെന്നാണ് വിചാരം. കാരണം ഞാൻ ദേഹമാണെന്നാണ്. ഇതി
അങ്ങനെ വിചാരിച്ച കർത്തൃത്വബോധത്തോടു കൂടി തത്ര ആ ദേഹാദികളിൽ നിബദ്ധ്യതയെ ബന്ധിക്കപ്പെടുന്നു എന്ന്. അപ്പോൾ ഇതിൽ കഴിഞ്ഞതിൽ ജ്ഞാനി എങ്ങനെയാണെന്ന് പറഞ്ഞു. നോക്കി വെറും സാക്ഷി മാത്രമായിട്ട് ദേഹത്തിന് നോക്കി കണ്ണു പറഞ്ഞു അല്ലേ. ഇതിൽ അജ്ഞാനിയുടെ കാര്യമാണ് പറയണത്. അപ്പോൾ നമ്മുടെ പ്രാരബ്ധ കർമ്മത്തിൻ്റെ ഫലം, പൂർവ്വജന്മങ്ങളിൽ ചെയ്ത പരിഭാഗം വന്ന കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ വേണ്ടി എടുത്ത ഈ ശരീരത്തിൽ ശരീരമാണെന്ന് അഭിമാനിക്കുന്ന ഈ അജ്ഞാനി എന്താ ചെയ്യണ? ആ ദേഹാഭിമാനം കൊണ്ട് ഞാൻ ശരീരമാണെന്ന് വിശ്വസിച്ച് ഈ ഇന്ദ്രിയധർമ്മങ്ങളൊക്കെ ഇന്ദ്രിയങ്ങളാൽ ചെയ്യപ്പെടുന്ന എല്ലാ കർമ്മങ്ങളും ഇതിൻ്റെയും കർത്തൃത്വം എനിക്കാണെന്ന് വിശ്വസിച്ച, ഞാനാണ് ചെയ്യണമെന്ന് കർത്തൃത്വം ബോധത്തോടു കൂടി ഇതിനോടെല്ലാം ബദ്ധനാവും. അപ്പം എന്താ, കർത്തൃത്വം ഉണ്ടെങ്കിൽ ഭോക്തൃത്വം ഉണ്ട്, ചെയ്യുന്ന ആളെന്നെ അനുഭവിക്കണമുണ്ട്. അപ്പോൾ ഈ പിന്നെന്താണ്, അതാണ് വ്യത്യാസം. അപ്പം ജീവന് ഈ അജ്ഞാനം കൊണ്ട് ദേഹം അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളും ഞാനാണ് അനുഭവിക്കണ, ഞാനാണ് ചെയ്യണ എന്ന ബോധമുണ്ട്. ജ്ഞാനിക്കതില്ല. കാരണം ഇതൊക്കെ മായയിലത്ത് ഗുണം കൊണ്ട് സൃഷ്ടിച്ചതാണ്, ഇതൊന്നും ശാശ്വതമല്ല എന്ന് നല്ലോണം അറിയാം, ജ്ഞാനുണ്ട്. ഈ അജ്ഞാനിക്ക് ഞാൻ ദേഹമാണെന്ന് തന്നെ വിചാരം, ഇത് മായയിലത്ത് ഗുണം കൊണ്ട് സൃഷ്ടിച്ചതാണെന്നൊന്നും അറിയില്ല, അല്ലെങ്കിൽ ഞാൻ ആത്മാവാണെന്നുള്ള ആ അനുഭവവും ഇല്ല. അപ്പം ദേഹമാണെന്ന് വിചാരിച്ചിട്ട് ഈ ദേഹവും ഇന്ദ്രിയങ്ങളും മനസ്സും പ്രവർത്തിക്കുന്നതൊക്കെ ഞാൻ ചെയ്യുന്നു എന്നുള്ള അഹങ്കാരം ഉണ്ടെന്ന് മാത്രമല്ല, അതിൻ്റെ ഫലങ്ങളും കർത്തൃത്വവും ഭോക്തൃത്വവും അനുഭവിക്കുന്നു ജീവൻ. അതേസമയം ജ്ഞാനി, ഈശ്വരൻ അല്ലെങ്കിൽ ജീവൻ മുക്തൻ എന്ത് വേണമെങ്കിൽ പറയാം, കർത്തൃത്വവും ഭോക്തൃത്വം ഒന്നുമില്ല അവർക്ക്, ഒരു ബദ്ധനേയല്ല. അജ്ഞാനിയാണെങ്കിൽ പരിപൂർണമായിട്ടും ബദ്ധനാണ്. കാരണം ദേഹാഭിമാനം കൊണ്ട് ദേഹവും ഇന്ദ്രിയങ്ങളും മനസ്സും ചെയ്യണ ധർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്യണ ധർമ്മമെന്ന് വിശ്വസിക്കണു, അതിൻ്റെയൊക്കെ ഫലവും ഞാൻ തന്നെ അനുഭവിക്കണമെന്ന് വിശ്വസിക്കണു. കർത്തൃത്വവും ഭോക്തൃത്വം ഉണ്ട് അജ്ഞാനിക്ക്. അജ്ഞാനിയായ ജീവന് കർത്തൃത്വവും ഭോക്തൃത്വം ഉണ്ട്, ജ്ഞാനിയായ ജീവന് രണ്ടുമില്ല, വെറും സാക്ഷി മാത്രം. അത് പറഞ്ഞു ഇവിടെ നിർത്താം. 10 വായിച്ചിട്ട്, ദൈവാധീനേ ശരീരേസ്മിൻ ഗുണഭാവ്യേന കർമ്മണ വർത്തമാനോ ബുധസ്തത്ര കർത്താസ്മീതി നിബധ്യതേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വ.